അഥവാ ആറ്റത്തിന്റെ ഘടന. ഇതാണ് ഇതെന്ന് പറയുന്നത് ആദ്യത്തെ ചാപ്റ്റർ. ടെക്സ്റ്റ് കണ്ട ആരെങ്കിലും ഉണ്ടോ? ആരും കണ്ടില്ലേ? കണ്ടോ? കയ്യിലിരിപ്പുണ്ടോ? കുഴപ്പമില്ല, ഞാൻ ചോദിച്ചതേ ഉള്ളൂ. അപ്പം സ്ട്രക്ചർ ഓഫ് ആറ്റം ആണ് ആദ്യത്തെ ചാപ്റ്റർ. അപ്പം ആറ്റം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ 8 പഠിച്ചിട്ടുണ്ട്. എന്താണ് ബേസിക് ആയിട്ട് ആറ്റം എന്ന് പറയുന്നത്? ആറ്റം എന്ന് പറയുന്നത് എന്തുവാ അഭിലാഷ് ഇത്ര ചിരിക്കുന്ന? ബാക്കിൽ നിന്ന് ആര് സംസാരിക്കുന്ന? കേട്ടോ, ആറ്റം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ 8 പഠിച്ച കാര്യമാണ്. എന്താണ് ആറ്റം? ഒരു വസ്തു അഥവാ ഒരു സബ്സ്റ്റൻസ് നിർമ്മിച്ചിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഏറ്റവും ചെറിയ പാർട്ടിക്കിൾസിനെ, ഏറ്റവും ചെറിയ കണികകളെ വിളിക്കുന്ന പേരാണ് എന്ത്? ആറ്റം എന്ന് പറയുന്നത്. ഒരു വസ്തുവിൻ്റെ അല്ലെങ്കിൽ ഒരു പദാർത്ഥത്തിൻ്റെ, ഒരു സബ്സ്റ്റൻസിൻ്റെ ഏറ്റവും ചെറിയ കണികകളാണ് ഏതെന്ന് പറയുന്നത്? ആറ്റം എന്ന് പറയുന്നത്. അപ്പം ആറ്റത്തിനെ കുറിച്ച് ചെറുതായിട്ട് നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചു. ആറ്റമാണ് ഉള്ളതിലേക്കും വെച്ച് ഏറ്റവും ചെറുത്. ഈ ആറ്റത്തിനെ പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്ത് ക്രമീകരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓരോ വസ്തുക്കൾ അല്ലെങ്കിൽ ഓരോ സബ്സ്റ്റൻസും ഫോം ചെയ്യുന്നതെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ആറ്റം എന്താണെന്ന് അറിയാമല്ല? ഒരു വസ്തു നിർമ്മിച്ചിട്ടുള്ള ഏറ്റവും ചെറിയ പാർട്ടിക്കിൾസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? കണികകളെ വിളിക്കുന്ന പേരാണ് ആറ്റം. അപ്പം ഈ ആറ്റം സംഭവം വളരെ ചെറുതാണെങ്കിലും നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് എന്തുണ്ട്? ഒരുപാട് ഉണ്ട്. അപ്പോൾ സയൻറ്റിസ്റ്റുകൾ എന്ത് ചെയ്തു? ഓരോരുത്തരായിട്ട് ആറ്റത്തിനെ കുറിച്ച് പഠിക്കാനൊക്കെ ആയിട്ട് തുടങ്ങി. കുറേ സയൻറ്റിസ്റ്റുകൾ അവർക്ക് വായിച്ചറിഞ്ഞതൊക്കെ വെച്ച് കുറേ കാര്യങ്ങൾ കൊണ്ടുവന്നു. അതിൽ ഏറ്റവും ബേസിക് ആയിട്ട് ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൊണ്ടുവന്ന സയൻറ്റിസ്റ്റാണ് ജോൺ ഡാൾട്ടൺ എന്ന് പറയുന്നത്. ആരാണ്? ജോൺ ഡാൾട്ടൺ ആണ്. അപ്പം ഒരുപാട് സയൻറ്റിസ്റ്റുകൾ ആറ്റത്തിനെ കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ അതൊന്നും അത്ര നല്ല രീതിയിൽ എന്തായിരുന്നില്ല, നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരുന്നില്ല. എങ്കിലും നമ്മൾ പഠിച്ചു തുടങ്ങിയത്, ആറ്റത്തിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടി തുടങ്ങിയത് ജോൺ ഡാൾട്ടൺ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് വഴിയാണ്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? കുറേ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ നടത്തിയിട്ട് അല്ലെങ്കിൽ കുറേ വായിച്ചറിഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? കുറേ പോയിന്റുകൾ തയ്യാറാക്കി. ആ പോയിന്റുകളെല്ലാം കൂടെ കളക്റ്റീവായിട്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് ഡാൾട്ടൺസ് അറ്റോമിക് തിയറി. ജോൺ ഡാൾട്ടൻ്റെ അറ്റോമിക സിദ്ധാന്തം എന്ന് പറയുന്നത്. ജോൺ ഡാൾട്ടൻ്റെ അറ്റോമിക സിദ്ധാന്തം എന്ന് പറയുന്നത്. അപ്പോൾ ആറ്റത്തിനെ കുറിച്ച് അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യങ്ങളെല്ലാം കൂടെ കുറേ പോയിന്റ് ആക്കി വെച്ചു. അതാണ് എന്തെന്ന് പറയുന്നത്? ജോൺ ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറി അല്ലെങ്കിൽ ജോൺ ഡാൾട്ടൻ്റെ അറ്റോമിക് സിദ്ധാന്തം എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹം പറയുന്നതിനകത്ത് ആദ്യത്തെ പോയിന്റ് ആണ്, ജോൺ ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറിയിലെ ആദ്യത്തെ പോയിന്റ് ആണ്, മാറ്റർ ഈസ് മേഡ് അപ്പ് ഓഫ് ടൈനി പാർട്ടിക്കിൾസ് നോൺ ആസ് ആറ്റം. മാറ്റർ എന്ന് പറയുന്നത് ഒരു വസ്തു അല്ലെങ്കിൽ ഒരു പദാർത്ഥം അല്ലെങ്കിൽ ഒരു ദ്രവ്യം എന്ന് പറയുന്നത് ആറ്റം എന്ന് പേരുള്ള ചെറിയ കണികകൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതെങ്കിലും ഒരു പദാർത്ഥം നിങ്ങൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ആറ്റം എന്ന് പറയുന്ന ചെറിയ കണികകൾ ഇങ്ങനെ അറേഞ്ച് ചെയ്താണ് ആ വസ്തു നിർമ്മിച്ചിട്ടുള്ളത്. മാറ്റർ ഈസ് മേഡ് അപ്പ് ഓഫ് എ ടൈനി പാർട്ടിക്കിൾസ് നോൺ ആസ് ആറ്റംസ്. മാറ്റർ അല്ലെങ്കിൽ വസ്തു ആറ്റം എന്ന് പറയുന്ന ചെറിയ കണികകൾ ചേർത്ത് വെച്ചാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതായിരുന്നു ആദ്യത്തെ പോയിന്റ്. മനസ്സിലായോ? രണ്ടാമത്തെ പോയിന്റ് ആണ് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ഒരു കോൺസെപ്റ്റ്, ജോൺ ഡാൾട്ടൻ്റെ ഒരു കോൺസെപ്റ്റ് അനുസരിച്ച് ഈ ലോകത്തിലേക്കും വെച്ച് ഏറ്റവും ചെറുതായിട്ടുള്ള കാര്യം എന്താണ്? ആറ്റം ആണെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റ്. നമുക്കിപ്പോൾ ചെറിയൊരു മണ്ണിൻ്റെ തരി എടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ണുകൊണ്ട് കാണാനായിട്ട് പറ്റത്തില്ലേ? ഒരു മണ്ണിൻ്റെ ചെറിയൊരു തരി എടുത്താൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പം നമുക്ക് ആറ്റത്തിനെ കാണാൻ പറ്റുമോ? ആറ്റത്തിനെ കാണാൻ പറ്റുമോ കണ്ണുകൊണ്ട്? ഇല്ല, നമുക്ക് നേക്കഡ് ഐസ് ഉണ്ട്, കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന കാര്യമല്ല എന്തെന്ന് പറയുന്നത് ആറ്റം. അപ്പം നിങ്ങൾ ആലോചിക്കുക, ഒരു ചെറിയ മൺതരിയെ നമുക്ക് കാണാൻ പറ്റും, അതിനേക്കാളും ഒരുപാട് ചെറുതാണ് ഏതെന്ന് പറയുന്നത് ആറ്റം എന്ന് പറയുന്നത്. നമുക്ക് നേക്കഡ് ഐസ് ഉണ്ട്, നമ്മുടെ ഈ കണ്ണുകൊണ്ട് നമുക്ക് ആറ്റംസിനെ കാണാനായിട്ട് പറ്റത്തില്ല. അപ്പം
ഒരു ചോക്കിൻ്റെ ഒരു പൊടി എടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് കാണാൻ പറ്റും. അപ്പം അതിനേക്കാളും ഒരുപാട് ചെറുതാണ് എന്തെന്ന് പറയുന്നത്, ആറ്റം എന്ന് പറയുന്നത്. അപ്പം ഇദ്ദേഹത്തിൻ്റെ ജോൺ ഡാൾട്ടൻ്റെ കോൺസെപ്റ്റ് അനുസരിച്ച് ഈ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും ചെറുത് എന്താണ്, ആറ്റമാണ്. ആറ്റത്തിനെ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതായിരുന്നു രണ്ടാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്താണ്, ആറ്റംസിനെ ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ആറ്റംസ് കനോട്ട് ബി ഡിവൈഡഡ് ഫർദർ. ഇതിനെ വീണ്ടും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഡിവൈഡ് ചെയ്താൽ എന്തായിപ്പോവും, ചെറുതായിപ്പോവും. അപ്പം ആറ്റമാണ് ഏറ്റവും ചെറുത്, ആ ആറ്റത്തിനെ വീണ്ടും നമുക്ക് കീറി മുറിക്കാനൊന്നും പറ്റത്തില്ല എന്നായിരുന്നു ജോൺ ഡാൾട്ടൻ പറഞ്ഞ് വെച്ചത്. ചിരി സഹിക്കുന്നില്ലേടാ എന്നൊക്കെ. അഭിലാഷേ, ഇനി അടുത്തത് പറയുന്നത് ഇപ്പം ഹൈഡ്രജൻ എന്ന് പറയുന്ന ഒരു എലമെന്റ് അല്ലെങ്കിൽ ഒരു മൂന്നാമത്തെ പോയിന്റ് ആണ്. ഹൈഡ്രജൻ എന്ന് പറയുന്ന ഒരു എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഞാൻ നോക്കുവാണെങ്കിൽ എനിക്ക് കുറേ ആറ്റംസ് കാണാനായിട്ട് പറ്റും. ആ ആറ്റംസ് എല്ലാം എങ്ങനെ ആയിരിക്കും, ഒരേപോലുള്ള ആയിരിക്കും അല്ലെങ്കിൽ സിമിലർ ആയിരിക്കും. ആറ്റംസ് ഓഫ് ദ സെയിം എലമെന്റ് ഷോ ഐഡന്റിക്കൽ പ്രോപ്പർട്ടീസ്. ഞാനിപ്പം ഹൈഡ്രജനെ എടുത്ത് മൈക്രോസ്കോപ്പിനകത്തൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ അതിനകത്തൊരു 10 ഒരുപാട് ആറ്റംസ് കാണും. ഈ ആറ്റംസ് എല്ലാം എന്തായിരിക്കും, ഒരേപോലെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഒരേപോലെ സവിശേഷതകളുള്ളവയായിരിക്കും. അല്ലാതെ ഒരെണ്ണത്തിന് ഒരു പ്രോപ്പർട്ടി വേറൊരെണ്ണത്തിന് വേറെ പ്രോപ്പർട്ടി അങ്ങനെ ആയിരിക്കുമോ, അല്ല. ഒരു സെയിം എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്തുള്ള ആറ്റംസിന്റെ പ്രോപ്പർട്ടീസ് എല്ലാം എന്തുമായിരിക്കും, ഐഡന്റിക്കൽ അല്ലെങ്കിൽ ഒരുപോലെ ആയിരിക്കും. മനസ്സിലായോ? ഒരു സെയിം എലമെന്റ് ഇപ്പം ഹൈഡ്രജനകത്ത് നോക്കുവാണെങ്കിൽ ഹൈഡ്രജന്റെ ഒരേപോലുള്ള ആറ്റംസ്, ഓക്സിജനകത്ത് നോക്കുവാണെങ്കിൽ ഓക്സിജനകത്ത് ഒരുപോലുള്ള ആറ്റംസ്. അപ്പം ഒരു എലമെന്റിനകത്തുള്ള ആറ്റംസ് എല്ലാം എങ്ങനെ ആയിരിക്കും, ഐഡന്റിക്കൽ അല്ലെങ്കിൽ ഒരുപോലെ ആയിരിക്കും. ആറ്റംസ് ഓഫ് ദ സെയിം എലമെന്റ് ഷോ ഐഡന്റിക്കൽ പ്രോപ്പർട്ടീസ്. ഒരു എലമെന്റിനകത്തുള്ള ആറ്റങ്ങളെല്ലാം അതിൻ്റെ സവിശേഷതകളിൽ എന്ത് കാണിക്കും, സാദൃശ്യം കാണിക്കും. അതായിരുന്നു അടുത്ത പോയിന്റ്. അപ്പം ഒരേ കണക്കത്തെ എലമെന്റ്സ് ഒരേ കണക്കത്തെ ആറ്റങ്ങളെ കാണിക്കുമെങ്കിൽ ഡിഫറെൻറ്റ് എലമെന്റ്സ് എന്തുമായിരിക്കും, ഡിഫറെൻ്റ് ആയിട്ടുള്ള ആറ്റംസ് ആയിരിക്കും. അതുകൊണ്ട് പ്രോപ്പർട്ടീസും എന്തുമായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. അതാണ് അടുത്ത പോയിന്റ്, കണക്ട് ചെയ്ത് പഠിക്കുക. ആറ്റംസ് ഓഫ് ഡിഫറെൻറ്റ് എലമെന്റ് ഷോസ് ഡിഫറൻസ് ഇൻ ദെയർ പ്രോപ്പർട്ടീസ്. ഡിഫറെൻറ്റ് എലമെൻറ്റിൻ്റെ ആറ്റംസ് എന്ത് കാണിക്കും, അതിൻ്റെ പ്രോപ്പർട്ടീസ് ഡിഫറൻസ് കാണിക്കും. അടുത്തത് ലാസ്റ്റ് പോയിന്റ് ആയിരുന്നു എന്തെന്ന് പറയുന്നത്, ഒരു കോമ്പൗണ്ട് സംയുക്തങ്ങൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത്, ആറ്റംസ് പരസ്പരം കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്, ഒരു എലമെന്റിന്റെ ഐറ്റംസ് മറ്റൊരു എലമെന്റിന്റെ ആറ്റംസ് അങ്ങനെ ഇതെല്ലാം കൂടെ കൂടി ചേർന്നിട്ട് എന്ത് ഫോം ചെയ്യും, സംയുക്തങ്ങൾ അഥവാ കോമ്പൗണ്ട്സ് ഫോം ചെയ്യും. ഇപ്പം ഹൈഡ്രജന്റെ കുറേ ആറ്റംസും ഓക്സിജന്റെ കുറേ ആറ്റംസും കൂടെ കൂടി ചേർന്നിട്ട് എന്തുണ്ടാവും, വാട്ടർ ഉണ്ടാവത്തില്ലേ, H2O വാട്ടർ ഉണ്ടാകുന്നത് കണക്ക് കോമ്പൗണ്ട്സ് ആർ ഫോംഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആറ്റംസ്. വ്യത്യസ്തമായിട്ടുള്ള എലമെന്റ്സിന്റെ മൂലകങ്ങളുടെ ആറ്റംസ് പരസ്പരം കൂടിച്ചേർന്ന് എന്തുണ്ടാവും, കോമ്പൗണ്ട്സ് അഥവാ സംയുക്തങ്ങൾ ഫോം ചെയ്യും. പിന്നെ അപ്പം ഇത്രയാണ് പ്രധാനമായിട്ടുള്ള ജോൺ ഡാൾട്ടൻ്റെ തിയറിയിൽ പറയുന്ന കാര്യം. ഒന്നാമത്തെയാണ് എന്ത്, ആറ്റംസ് മാറ്റർ ഈസ് മേഡപ്പ് ഓഫ് ടൈനി പാർട്ടിക്കിൾസ് കോൾഡ് ആറ്റംസ്. ഒരു വസ്തു നിർമ്മിച്ചിട്ടുള്ള ഏറ്റവും ചെറിയ കണികകളെ എന്തു പറയും, ആറ്റംസ് എന്ന് പറയും. രണ്ടാമത്തെ പോയിന്റ് ആയിരുന്നു, ഈ ആറ്റമാണ് ഏറ്റവും ചെറുത്. ആറ്റംസ് കനോട്ട് ബി ഡിവൈഡഡ് ഇൻ ടു ഫർദർ പാർട്ടിക്കിൾസ്. ആറ്റംസിനെ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ആറ്റമാണ് ഏറ്റവും ചെറുത്, അതിനെ വീണ്ടും നമുക്ക് ഡിവൈഡ് ചെയ്ത് പോകാനായിട്ട് പറ്റില്ല. ആറ്റമാണ് ഏറ്റവും ചെറുത്. മൂന്നാമത്തെ പോയിന്റ് ആയിരുന്നു എന്ത്, സെയിം ആയിട്ടുള്ള എലമെന്റ്സിന് all the same elements shows identical properties. All the atoms of same element. ഒരേ കണക്കത്തെ മൂലകങ്ങളുടെ ആറ്റംസ് എന്ത് കാണിക്കും, സിമിലാരിറ്റി കാണിക്കും പ്രോപ്പർട്ടീസിനകത്ത്. വ്യത്യസ്തമായിട്ടുള്ള ആറ്റങ്ങളാണെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടീസിൽ എന്തുമായിരിക്കും, വ്യത്യസ്തത കാണിക്കും. പിന്നെ അടുത്ത് പറഞ്ഞപ്പോൾ ആറ്റംസ് പരസ്പരം കൂടിച്ചേർന്ന് എന്തുണ്ടാവും, കോമ്പൗണ്ട്സ് ഫോം ചെയ്യും. ഇങ്ങനെ ജോൺ ഡാൾട്ടൻ അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യങ്ങളെല്ലാം കൂടെ ചേർത്ത് ഒരു പോയിന്റ്സ് ആയിട്ട് തയ്യാറാക്കി അതിനെ നമ്മൾ എന്ത് വിളിക്കും, ഡോൾട്ടൺസ് അറ്റോമിക് തിയറി, ജോൺ ഡാൾട്ടൻ്റെ അറ്റോമിക സിദ്ധാന്തം എന്ന് പറയും. കുറേ പോയിന്റ്സ് ആണ് ടെക്സ്റ്റിനകത്ത് ഒരു ബോക്സ് ഒക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ജോൺ ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറി.
അപ്പം ആറ്റത്തിനെ കുറിച്ച് നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ തന്ന ആളാണ് ഏതെന്ന് പറയുന്നത് ജോൺ ഡാൾട്ടൺ എന്ന് പറയുന്നത്. ഡൗട്ട് ഉണ്ടോ? ഈ കോൺസെപ്റ്റിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പം ഇതാണ് ജോൺ ഡാൾട്ടന്റെ അറ്റോമിക് തിയറി എന്ന് പറയുന്നത്. അപ്പം സയന്റിസ്റ്റുകൾ ഇത് ആറ്റമാണ് ഏറ്റവും ചെറുത്, ആറ്റത്തിനേക്കാളും ചെറുതായിട്ട് ഈ ലോകത്ത് ഒന്നും തന്നെ ഇല്ല, ആറ്റം വീണ്ടും നമുക്ക് ഡിവൈഡ് ചെയ്യാനോ മുറിക്കാനോ ഒന്നും പറ്റത്തില്ല എന്നൊരു കോൺസെപ്റ്റ് കൊണ്ട് കുറേ നാൾ പോയി. അപ്പോഴാണ് ഒരു സയന്റിസ്റ്റ് വന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? കുറച്ച് എക്സ്പെരിമെന്റ്സ് ചെയ്തു. അത് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കുഞ്ഞുനാളിലൊക്കെ ചെയ്ത് നോക്കിയിട്ടുള്ള എക്സ്പെരിമെൻ്റ് ആണ് ചീപ്പ് എടുത്ത് എന്ത് ചെയ്യുക, നല്ല ഉണങ്ങിയ എണ്ണയൊന്നും ഇല്ലാത്ത മുടിയിൽ റബ്ബ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് പേപ്പർ കഷ്ണങ്ങൾ കീറിയിട്ടിട്ട് ആ ചീപ്പ് കൊണ്ടുപോയി ആ പേപ്പർ കഷ്ണങ്ങളുടെ അടുത്തുകൊണ്ട് ചെല്ലുമ്പോൾ എന്ത് സംഭവിക്കും? ഈ പേപ്പർ കഷ്ണങ്ങൾ അല്ലെങ്കിൽ പേപ്പർ പീസസ് എന്ത് ചെയ്യും? ചീപ്പിനകത്തോട്ട് ഒട്ടിപ്പിടിച്ചിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ബലൂൺ എടുത്ത് തലയിൽ മുടിയിലിട്ട് നന്നായിട്ട് എണ്ണയില്ലാത്ത ഓയിലില്ലാത്ത ഹെയറിലിട്ട് നന്നായിട്ട് റബ്ബ് ചെയ്തിട്ട് നന്നായിട്ട് ഉരസിയിട്ട് കുറച്ച് പേപ്പർ കീറിയിട്ട് കുഞ്ഞു പേപ്പർ കീറിയിട്ടിട്ട് അതിങ്ങനെ റബ്ബ് ചെയ്തിട്ട് കൊണ്ടുപോയി അതിനകത്ത് കാണിക്കുമ്പോൾ എന്ത് ചെയ്യും? ഈ പേപ്പർ എല്ലാം കൂടെ അതിനകത്തോട്ട് പറ്റിപ്പിടിക്കും. അപ്പം പറ്റിപ്പിടിക്കണമെങ്കിൽ 2 കാരണങ്ങൾ വേണം. 2 വസ്തുക്കൾ തമ്മിൽ ഒരുമിച്ച് ചേർന്ന് അല്ലെങ്കിൽ അട്രാക്ട് ചെയ്യണം, ആകർഷിക്കണം എന്നുണ്ടെങ്കിൽ 2 കാരണം വേണം. ഒന്നെങ്കിൽ അത് എന്തുകൊണ്ടായിരിക്കണം? എന്തൊക്കെയായിരിക്കും? ഒന്നെങ്കിൽ അത് മാഗ്നറ്റ് അല്ലെങ്കിൽ കാന്തമായിരിക്കണം. കാന്തത്തിന് പരസ്പരം എന്ത് ചെയ്യാൻ പറ്റും? കാന്തിക സ്വഭാവമുള്ള മാഗ്നറ്റിക് നേച്ചറുള്ള സബ്സ്റ്റൻസിന് എന്ത് ചെയ്യാൻ പറ്റും? അട്രാക്ട് ചെയ്യാൻ പറ്റും. ഒരു മാഗ്നറ്റും ഒരു മാഗ്നറ്റും ഒരു അയൺ ഇരുമ്പാണിയാണെങ്കിൽ അത് എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. അപ്പം നമ്മൾ ഈ എടുത്ത ചീപ്പ് അല്ലെങ്കിൽ പിന്നെ എന്ത് വേണം? അതിനകത്ത് ചാർജിൻ്റെ സെപ്പറേഷൻ വേണം. ഫിസിക്സിനകത്തൊക്കെ പഠിച്ചിട്ടില്ലേ? ഒരു പോസിറ്റീവ് ചാർജും ഒരു നെഗറ്റീവ് ചാർജിൻ്റെ അടുത്ത് കൊണ്ടുവന്നാൽ അത് എന്ത് ചെയ്യും മക്കളെ? ഓപ്പോസിറ്റ് ചാർജ് ആണെങ്കിൽ വിപരീത ചാർജുകളാണെങ്കിൽ എന്ത് ചെയ്യും? ആകർഷിക്കും. ഒരേ കണക്കുള്ള ചാർജ് ആണെങ്കിൽ എന്ത് ചെയ്യും? വികർഷിക്കും, റിപ്പൽ ചെയ്യും. ഓപ്പോസിറ്റ് ചാർജസ് അട്രാക്ട്, സെയിം ചാർജസ് എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. അപ്പം നമ്മളെടുത്ത ചീപ്പായാലും പേപ്പർ ആയാലും അതിനകത്ത് രണ്ടിനകത്ത് ഏതിനകത്തെങ്കിലും കാന്തത്തിൻ്റെ അല്ലെങ്കിൽ മാഗ്നറ്റിൻ്റെ സ്വഭാവം ഉണ്ടോടെ? ചീപ്പ് ഒരു മാഗ്നറ്റ് ആണോ? കാന്തമാണോടെ? ചീപ്പ് കാന്തമാണോ? ഞാൻ പറയുന്ന കേൾക്കാമോ? തലയാട്ടിക്കേ. ചീപ്പ് ഒരു കാന്തമാണോ? അല്ല. പേപ്പറിന് എന്തെങ്കിലും മാഗ്നറ്റിക് സ്വഭാവം അല്ലെങ്കിൽ കാന്തിക സ്വഭാവം ഉണ്ടോടെ? ഇല്ല. അപ്പം പിന്നെ എങ്ങനെയാണ് അത് റബ്ബ് ചെയ്ത അതിങ്ങനെ ഒരുമിച്ച് കൊണ്ടുവന്നപ്പോൾ ഒട്ടിയത്? ഒരു കാന്തിക സ്വഭാവവും ഇല്ലാത്ത സംഭവങ്ങൾ പരസ്പരം ഒട്ടിയത് അല്ലെങ്കിൽ പരസ്പരം ആകർഷിച്ചത് അല്ലെങ്കിൽ അട്രാക്ട് ചെയ്തത് എന്തുകൊണ്ടാണ്? നമ്മൾ പഠിച്ചതനുസരിച്ച് ആറ്റം എന്ന് പറയുന്നതാണ് ഏറ്റവും ചെറുത്. ആറ്റത്തിനേക്കാളും ചെറുതായിട്ട് ഒന്നും തന്നെ ഇല്ല എന്നായിരുന്നു അല്ലേ? അപ്പം ആറ്റത്തിനകത്ത് ബലൂണിനകത്തുള്ള ആറ്റംസും ഉണ്ട്, പേപ്പറിനകത്തുള്ള ആറ്റംസും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ പരസ്പരം ആകർഷിക്കണമെന്നുണ്ടെങ്കിൽ ചുമ്മാ അങ്ങ് ആകർഷിക്കാൻ പറ്റുമോ 2 സാധനങ്ങളെ? അപ്പോൾ സയൻറ്റിസ്റ്റുകൾക്ക് ഡൗട്ടുകൾ വന്നു. എങ്ങനെയാണ് 2 ഡിഫറെൻ്റ് എലമെൻസിൻ്റെ ആറ്റംസ് പരസ്പരം അട്രാക്ട് ചെയ്തത് അല്ലെങ്കിൽ ആകർഷിച്ചതെന്ന്. അതിൽ നിന്നാണ് അവർ എന്ത് കോൺസെപ്റ്റിലോട്ട് വന്നത്? ആറ്റത്തിനകത്ത് ആറ്റത്തിനേക്കാളും ചെറുതായിട്ടുള്ള ചാർജുള്ള മറ്റേതോ പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് മനസ്സിലായത്. ഡൗട്ടുണ്ടോ? അപ്പം 2 വസ്തുക്കൾ തമ്മിൽ ആകർഷിക്കണമെങ്കിൽ ഒന്നെങ്കിൽ അതിന് മാഗ്നറ്റിക് സ്വഭാവം ഉണ്ട്. നമ്മൾ ഈ പറഞ്ഞ കേസിൽ അതില്ല. രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ്? അതിനകത്ത് ചാർജിൻ്റെ വേരിയേഷൻ അല്ലെങ്കിൽ ചാർജിൻ്റെ ഡിഫറൻഷ്യാലിറ്റി വരണം. ഒരെണ്ണം പോസിറ്റീവും ഒരെണ്ണം നെഗറ്റീവും ആണെങ്കിൽ അത് എന്ത് ചെയ്യും? പരസ്പരം ആകർഷിക്കും അല്ലെങ്കിൽ അട്രാക്റ്റ് ചെയ്യും. അപ്പം ജോൺ ഡാൾട്ടൺ പറഞ്ഞതിലോട്ട് പോയി. ആറ്റം എന്ന് പറയുന്നത് ന്യൂട്രലാണ്, ആറ്റത്തിനകത്ത് പ്രത്യേകിച്ച് ചാർജൊന്നുമില്ല, ആറ്റമാണ് ഏറ്റവും ചെറുതെന്നും പറഞ്ഞു. അപ്പം ശരിയാവുമോ? ഇല്ല. അപ്പം സയൻറ്റിസ്റ്റുകൾക്ക് മനസ്സിലായി ആറ്റം അത്ര സിമ്പിളല്ല, ആറ്റത്തിനകത്ത് കുറേ എന്തൊക്കെയോ കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ അവർ വലിയ വലിയ സ്റ്റഡീസൊക്കെ നടത്തി ആറ്റത്തിനകത്തുള്ള കുറച്ച് കാര്യങ്ങളെ കണ്ടുപിടിക്കാനായിട്ട് തുടങ്ങി. ആറ്റത്തിനകത്ത് അവർക്ക് മനസ്സിലായി ആറ്റത്തിനകത്ത് വെറും ആറ്റം അങ്ങനെ കാണുന്ന അത്രയും സിമ്പിളല്ല, ആറ്റത്തിനകത്ത് ചാർജുള്ള എന്തൊക്കെയോ ഉണ്ട്, പോസിറ്റീവ് ചാർജോ നെഗറ്റീവ് ചാർജോ ഒക്കെയുള്ള എന്തൊക്കെയോ സാധനങ്ങൾ ആറ്റത്തിനകത്തുണ്ടെന്ന് സയൻറ്റിസ്റ്റുകൾക്ക് മനസ്സിലായി. അങ്ങനെ കുറേ സയൻറ്റിസ്റ്റുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി? സ്റ്റഡീസ് നടത്താനായിട്ട് തുടങ്ങി. അങ്ങനെ നിങ്ങൾക്ക് പഠിക്കാനുള്ള കുറച്ച് പ്രധാനമായിട്ടുള്ള സയൻറ്റിസ്റ്റുകളാണ്. ആദ്യത്തെ വ്യക്തിയാണ് ഏതെന്ന് പറയുന്നത്
ഹംഫ്രി ഡേവി എന്ന് പറയുന്നത്. സയന്റിസ്റ്റുകളിൽ പഠിക്കാനുള്ള ആദ്യത്തെ വ്യക്തിയാണ് ഹംഫ്രി ഡേവി എന്ന് പറയുന്ന സയന്റിസ്റ്റ്. ഇദ്ദേഹത്തിന്റെ കാര്യമാണ് ആറ്റത്തിന്റെ ആദ്യം പഠിക്കാനുള്ളത്. ഇദ്ദേഹം ചെയ്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം കുറേ എക്സ്പെരിമെന്റ്, ഒരു ട്യൂബിനകത്ത് കുറച്ച് ഗ്യാസ് ഒക്കെ ഫില്ല് ചെയ്ത് ആനോഡിന്നും കാഥോഡിന്നൊക്കെ വരുന്ന കുറേ റേസ്, നിങ്ങൾക്ക് അതൊന്നും പഠിച്ചിട്ടില്ല, നമ്മളിനി പഠിക്കത്തേ ഉള്ളൂ. കുറേ റേസ് ഒക്കെ പാസ് ചെയ്ത് ഞാൻ എക്സ്പെരിമെന്റ് പറയുന്നേ ഉള്ളൂ. ആ റേസ് ഒക്കെ പാസ് ചെയ്ത് അദ്ദേഹം കണ്ടെത്തി ആറ്റത്തിനകത്ത് എന്തുണ്ട്, ഒരു പോസിറ്റീവും നെഗറ്റീവും ചാർജസിൻ്റെ വ്യത്യാസമുണ്ട്, ചാർജസിൻ്റെ പ്രസൻസ് അല്ലെങ്കിൽ സാന്നിധ്യമുണ്ടെന്ന് അദ്ദേഹം കണ്ടെത്തി. ആറ്റം ചെറുതൊക്കെയാണ്, പക്ഷേ ആറ്റത്തിനകത്ത് പോസിറ്റീവും നെഗറ്റീവും ചാർജിൻ്റെയൊക്കെ പ്രസൻസ് ഉണ്ടെന്ന് ആര് കണ്ടെത്തി? ഹംഫ്രി ഡേവി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് കണ്ടെത്തി. ഡൗട്ടുണ്ടോടെ? ഇല്ല. അടുത്ത രണ്ടാമത്തെ പ്രധാനമായിട്ടുള്ള സയൻറ്റിസ്റ്റാണ് ഫാരഡേ, മൈക്കിൾ ഫാരഡേ എന്ന് പറയുന്നത്. പേര് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ആരാണ് മൈക്കിൾ ഫാരഡേ? ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി ആണ് ആരെന്ന് പറയുന്നത്? മൈക്കിൾ ഫാരഡേ എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ കുറേ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ നടത്തി. ലോ ഓഫ് ഇലക്ട്രോളിസിസ്, അദ്ദേഹം ചെയ്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വെള്ളം എടുത്തിട്ട് വെള്ളത്തിനകത്തോട്ട് കറണ്ട് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യിപ്പിച്ച് വെള്ളത്തിന് അതിൻ്റെ കമ്പോണൻസ് ആയിട്ട്, വെള്ളത്തിനകത്ത് ഏതൊക്കെയുള്ളത്? വാട്ടറിൻ്റെ സിമ്പൽ എന്തുവാ? H2O. അപ്പം വെള്ളത്തിനകത്തോട്ട് ഇലക്ട്രിസിറ്റി ഒക്കെ പാസ് ചെയ്യിപ്പിച്ച് ഹൈഡ്രജൻ വേറെ ഓക്സിജൻ വേറെയൊക്കെ ആക്കി മാറ്റുന്ന പ്രവർത്തനമൊക്കെ ചെയ്ത ആരാണ്? മൈക്കിൾ ഫാരഡേ ആണ്. അടുത്ത മൂന്നാമത്തെ സയൻറ്റിസ്റ്റാണ്, നിങ്ങൾക്ക് അവിടെ തൊട്ട് പ്രധാനമായിട്ടും പഠിക്കാനുണ്ട്. മൂന്നാമത്തെ സയൻറ്റിസ്റ്റാണ് J.J. തോംസൺ. J.J. തോംസൺ എന്ന് പറയുന്നത് അദ്ദേഹം ചെയ്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹവും ഇതേണക്ക് ഒരു ഗ്യാസിനകത്ത് ഗ്യാസസിനെ ഒരു ട്യൂബ് എടുത്തു, അതിനകത്ത് ഗ്യാസസിനെയൊക്കെ ഫില്ല് ചെയ്ത് അദ്ദേഹം എന്ത് ചെയ്തു, അതിനകത്തോട്ട് റേസിനെയൊക്കെ പാസ് ചെയ്യിപ്പിച്ച് ആൽഫ റേസിനെയൊക്കെ പാസ് ചെയ്യിപ്പിച്ച് അദ്ദേഹം കണ്ടെത്തി ആറ്റത്തിനകത്ത് നെഗറ്റീവ് ചാർജുള്ള ഒരു പാർട്ടിക്കിളുണ്ട്. എന്ത് കണ്ടെത്തി? ആറ്റം ചെറുതാണ്, പക്ഷേ ആറ്റത്തിനകത്ത് നെഗറ്റീവ് ചാർജുള്ള കുറേ കണങ്ങൾ അല്ലെങ്കിൽ കുറേ കണികകൾ അല്ലെങ്കിൽ കുറേ പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് കണ്ടെത്തി. ആ നെഗറ്റീവ് ചാർജുള്ള കണികകളെ അദ്ദേഹം വിളിച്ച പേരാണ് ഇലക്ട്രോൺ എന്ന്. എന്ത് വിളിച്ചത്? ഇലക്ട്രോൺ. ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇലക്ട്രോണിൻ്റെ ചാർജ് എന്താണ്? നെഗറ്റീവാണ്. ഇലക്ട്രോൺ എവിടെ കാണപ്പെടുന്നത്? ആറ്റത്തിനകത്ത്. നമ്മൾ ചെറുതാണെന്ന് പറഞ്ഞ, ഏറ്റവും ചെറുതാണെന്ന് പറഞ്ഞ ആറ്റത്തിനകത്ത് എന്തുണ്ടെന്ന് കണ്ടെത്തി? നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ ഉണ്ടെന്ന് കണ്ടെത്തി. അപ്പം ആറ്റത്തിനേക്കാളും ചെറുതായിട്ടുള്ളൊരു കാര്യം ഉണ്ടെന്ന് കണ്ടെത്തിയില്ലേ? അപ്പം ആറ്റത്തിനകത്ത്, ആറ്റം ചെറുതാണെങ്കിലും ആറ്റത്തിനേക്കാളും ചെറുതായിട്ടുള്ള ഒരു കാര്യമുണ്ടെന്ന് കണ്ടെത്തി J.J. തോംസൺ. നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ. ഇലക്ട്രോണിൻ്റെ ചാർജൊക്കെ പഠിച്ചോണേ, നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ. അപ്പം അദ്ദേഹത്തിന് വലിയ ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുത്തു. പിന്നീടാണ് അടുത്ത സയൻറ്റിസ്റ്റ് വന്നത്. എന്ത് ചെയ്തു അദ്ദേഹം? റുദർഫോർഡ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് വന്നിട്ട് എക്സ്പെരിമെൻ്റ് ഒക്കെ നടത്തി. റുദർഫോർഡ് ചെയ്ത എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻ്റ് ആണ് അദ്ദേഹം ചെയ്തത്. ഗോൾഡ് ഫോയിൽ പരീക്ഷണമാണ് അദ്ദേഹം നടത്തിയത്. അദ്ദേഹം എന്താണ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ടെക്സ്റ്റിനകത്ത് ഒരു പടമൊക്കെ കാണും. അദ്ദേഹം ഒരു സ്വർണത്തിൻ്റെ ഒരു ചെറിയ കല്ലെടുത്ത് വെച്ചു, അതിന് ചുറ്റും എന്ത് ചെയ്തു? ഒരു സർക്കുലർ ഷേപ്പിലുള്ള സ്ക്രീൻ വെച്ചു. എന്നിട്ട് അതിനകത്തോട്ട് കുറേ ഫ്ലൂറസെൻ്റ് ആയിട്ടുള്ളൊരു പെയിൻറ്റും അടിച്ചു. എന്നിട്ട് ഒരു സോഴ്സിൽ നിന്ന് ആൽഫ പാർട്ടിക്കിൾസിനെ ഇതിനകത്തോട്ട് വന്ന് കടത്തിവിട്ടു. അപ്പം അത് ഗോൾഡ് ഫോയിലിനകത്ത് ആറ്റംസ് ഉണ്ട്, അതിനകത്ത് തട്ടി ഈ സ്ക്രീനിൻ്റെ പല ഭാഗത്തായിട്ട് പോയി വീണു. അപ്പോൾ ഈ റേസ് പോയിടത്തെല്ലാം അതെന്ത് ചെയ്തു? ഇരുന്ന് തിളങ്ങി. എന്ത് ചെയ്തു? ആ റേസ് പോയി വീണ സ്ക്രീനിൻ്റെ പാർട്ടിലെല്ലാം അതെന്ത് ചെയ്തു? ഫ്ലൂറസെൻറ്റിൻ്റെ ലൈറ്റ് അടിക്കുമ്പോൾ ഫ്ലൂറസെൻ്റ് എന്ത് ചെയ്യും? തിളങ്ങത്തില്ലേ? ഈ റോഡിൻ്റെ നടുക്കൊരു ചുമന്നുള്ള സ്ഥാനം വെച്ച് കണ്ടിട്ടില്ലേ? കാറൊക്കെ ഓടിച്ച് വണ്ടിയൊക്കെ ഓടിച്ച് പോകുമ്പോൾ ലൈറ്റ് അടിക്കുമ്പോൾ അത് എന്ത് ചെയ്യും? തിളങ്ങും. അതേ കണക്ക് ഫ്ലൂറസെൻറ്റിനകത്ത് ലൈറ്റ് അടിക്കുമ്പോൾ അത്
തിളങ്ങും. അങ്ങനെ റുദർഫോർഡ് ഗോയിൽഡ് ഫോയിൽ എക്സ്പെരിമെൻ്റ് നടത്തി കണ്ടെത്തി ആറ്റത്തിനകത്ത് കുറേ വേക്കൻ്റ് ആയിട്ടുള്ള സ്ഥലമുണ്ട്. ആറ്റത്തിനകത്ത് എന്തുണ്ട്? കുറേ വേക്കൻ്റ് ആയിട്ടുള്ള സ്ഥലമുണ്ട്. അതിനുശേഷം എന്ത് ചെയ്തു? ആ ആറ്റത്തിനകത്ത്, ഇപ്പം ആറ്റം ഒരു സർക്കുലർ ഷേപ്പിലുള്ള സാധനമാണെങ്കിൽ അതിനകത്ത് കുറേ വേക്കൻ്റ് ആയിട്ടുള്ള സ്ഥലമുണ്ട്. ആ ആറ്റത്തിൻ്റെ സെൻറ്ററിലുണ്ട്, ആറ്റത്തിൻ്റെ ഒരു സെൻറ്ററുണ്ട്. ആ സെൻറ്ററിൻ്റെ പേരൊക്കെ പിന്നീടാണ് സയൻറ്റിസ്റ്റുകൾ കൊണ്ടുവന്നത്. അപ്പോൾ ആ ആറ്റത്തിനകത്ത് കുറേ എംപ്റ്റി ആയിട്ടുള്ള സ്ഥലം, വേക്കൻ്റ് ആയിട്ടുള്ള സ്ഥലമുണ്ട്. അതിനുശേഷം ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഒരു സെൻറ്റർ ഉണ്ട് ആറ്റത്തിന്. ഈ ന്യൂക്ലിയസിൽ കുറേ പോസിറ്റീവ് ചാർജ് ഇങ്ങനെ ഇരിപ്പുണ്ട്. ഇത്രയാണ് ആര് കണ്ടെത്തിയത്? റുദർഫോർഡ് കണ്ടെത്തിയത്. ഇനി അടുത്തെയാണ് ജെയിംസ് ചാഡ്വിക് എന്ന് പറയുന്ന വ്യക്തി വന്നത്. അപ്പം ആ പോസിറ്റീവ് ചാർജുള്ള സാധനത്തിനെ സയൻറ്റിസ്റ്റുകൾ എന്ത് വിളിച്ചു? പ്രോട്ടോൺ എന്ന് വിളിച്ചു. എന്ത് വിളിച്ചു? പ്രോട്ടോൺ. അപ്പം ആറ്റത്തിനകത്ത് ഇപ്പം 2 കാര്യങ്ങളെയാണ് കണ്ടെത്തിയത്. ജെ തോംസൺ വന്നിട്ട് എക്സ്പെരിമെൻ്റ് ഒക്കെ നടത്തി നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണിനെ കണ്ടെത്തി. റുദർഫോർഡ് വന്നിട്ട് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റ്, ഗോൾഡ് ഫോയിൽ പരീക്ഷണമൊക്കെ നടത്തി പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണിനെ കണ്ടെത്തി. ഇംഗ്ലീഷിനും മലയാളത്തിനും എല്ലാ വാക്കാണ്. നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണും പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണും. ഡൗട്ട് ഉണ്ടോ? ഇല്ല. അടുത്ത ലാസ്റ്റ് ആയിട്ട് ഒരു സയൻറ്റിസ്റ്റ് കൂടെ വന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് ജെയിംസ് ചാഡ്വിക്. ജെയിംസ് ചാഡ്വിക് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ്. അദ്ദേഹം ഒരു ബെർലിയത്തിനെ എടുത്ത് കുറേ തിൻ ലെയറൊക്കെ എടുത്ത് റേസിനെയൊക്കെ പാസ് ചെയ്ത് എക്സ്പെരിമെൻ്റ് ഒക്കെ നടത്തി അദ്ദേഹം ആറ്റത്തിനകത്ത് ചാർജ് ഒന്നുമില്ലാത്ത, പോസിറ്റീവ് ചാർജോ നെഗറ്റീവ് ചാർജോ ഒന്നുമില്ലാത്ത ചെറിയ കണങ്ങളെ കണ്ടെത്തി. അതിനെ അദ്ദേഹം വിളിച്ചു ന്യൂട്രോൺ എന്ന്. എന്ത് വിളിച്ചത്? ന്യൂട്രോൺ എന്ന് വിളിച്ചു. 3 കാര്യങ്ങളാണ് ആറ്റത്തിനകത്ത് കാണുന്നത്. ഒന്നുകൂടെ പറയാണ്. ആദ്യം ജോൺ ഡാൾട്ടൻ്റെ കോൺസെപ്റ്റ് വായിക്കുകയാണ്. ജോൺ ഡാൾട്ടൻ്റെ കോൺസെപ്റ്റ് അനുസരിച്ച് ആറ്റമാണ് ഏറ്റവും ചെറുത് എന്നായിരുന്നു അദ്ദേഹത്തിന്. ജോൺ ഡാൾട്ടൻ്റെ കോൺസെപ്റ്റ് അനുസരിച്ച് ആറ്റമാണ് ഏറ്റവും ചെറുതെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റ്. ആറ്റത്തിനകത്ത് എന്തില്ല? ആറ്റത്തിനേക്കാളും ചെറുതായിട്ടുള്ള ഒന്നും തന്നെ ഇല്ല. അങ്ങനെ പിന്നീട് സയൻറ്റിസ്റ്റുകൾ സ്റ്റഡി നടത്തി കണ്ടെത്തി, അല്ല, ആറ്റം എന്ന് പറയുന്നതിനകത്ത് എന്തൊക്കെയുണ്ട്? നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ ഉണ്ട്. എന്തൊക്കെയുണ്ട്? നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ ഉണ്ട്, പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോൺ ഉണ്ട്, ചാർജ് ഒന്നുമില്ലാത്ത ന്യൂട്രോൺ ഉണ്ട്. ഇങ്ങനെ 3 കാര്യങ്ങൾ കണ്ടെത്തി. നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണിനെ ജെ തോംസൺ കണ്ടെത്തി. പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണിനെ ആര് കണ്ടെത്തി? റുദർഫോർഡ് കണ്ടെത്തി. ചാർജ് ഒന്നുമില്ലാത്ത ന്യൂട്രോണിനെ ജെയിംസ് ചാഡ്വിക് കണ്ടെത്തി. അപ്പം ചെറുതാണെന്ന് പറഞ്ഞ ആറ്റത്തിനകത്ത് ആറ്റത്തിനേക്കാളും ചെറുതായിട്ടുള്ള 3 കാര്യങ്ങളുണ്ട്. ഏതൊക്കെയാണ് ആ 3 കാര്യങ്ങൾ? പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോൺ, നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ, ചാർജ് ഒന്നുമില്ലാത്ത ന്യൂട്രോൺ. ഡൗട്ട് ഉണ്ടോടെ? ഉണ്ടോ? അപ്പം ഇത് ഇനി ഇതിൻ്റെ എല്ലാ പ്ലേസും കൂടെ നോക്കാം. അപ്പം നമ്മൾ റുദർഫോർഡ് ഒരു കാര്യം കൂടെ പറഞ്ഞു. ആറ്റത്തിനകത്ത് എന്തുണ്ട്? ഒരു സെൻറ്റർ ഉണ്ട്. ആറ്റത്തിനകത്ത് ഒരു സെൻറ്റർ ഉണ്ട്. ആ സെൻറ്ററിനെ അദ്ദേഹം വിളിച്ച പേരെന്തായിരുന്നു? ന്യൂക്ലിയസ് എന്നായിരുന്നു വിളിച്ചത്. അപ്പം അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ആറ്റം ഉണ്ട്. ആറ്റത്തിനകത്ത് എന്തുണ്ട്? ഒരു സെൻറ്റർ ഉണ്ട്. അതിനെ നമ്മൾ ന്യൂക്ലിയസ് എന്ന് വിളിക്കും. അതിനകത്ത് പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോൺ ഉണ്ട്, ചാർജ് ഒന്നും ഇല്ലാത്ത ഇലക്ട്രോൺ ഉണ്ട്, ചാർജ് ഒന്നും ഇല്ലാത്ത ന്യൂട്രോൺ ഉണ്ട്. ഇലക്ട്രോൺസ് അതിന് ചുറ്റും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇലക്ട്രോണും ഉണ്ടെന്ന് സയൻറ്റിസ്റ്റുകൾ കണ്ടെത്തി. ഡൗട്ട് ഉണ്ടോ ഇത്രയും കാര്യം? ആറ്റത്തിനകത്ത് നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ, ആറ്റത്തിൻ്റെ സെൻറ്ററിലായിട്ട് കേന്ദ്രത്തിലായിട്ട് പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണും ചാർജ് ഒന്നും ഇല്ലാത്ത ന്യൂട്രോണും. സമയമുണ്ടോ? മനസ്സിലായോ മക്കളെ? അപ്പം 3 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. പ്രോട്ടോൺ, ആറ്റത്തിനകത്ത് ആറ്റത്തിനേക്കാളും ചെറുതായിട്ടുള്ള 3 കാര്യങ്ങൾ: പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ. പ്രോട്ടോണിൻ്റെ ചാർജ് പോസിറ്റീവ്, ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവ്, ന്യൂട്രോണിന് ചാർജ് ഒന്നുമില്ല. പ്രോട്ടോൺ എവിടെ കാണുന്നത്? ന്യൂക്ലിയസിൽ കാണും.
ഇൻസൈഡ്, ന്യൂക്ലിയസിന് ഇൻസൈഡിൽ കാണും. ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ആയിരിക്കും, ന്യൂക്ലിയസിന് പുറത്തായിരിക്കും. ന്യൂട്രോൺ എന്ന് പറയുന്നത് ന്യൂക്ലിയസിന് ഇൻസൈഡ് അല്ലെങ്കിൽ അകത്തായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിച്ച് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ഈ സയൻറ്റിസ്റ്റുകളുടെ കാര്യങ്ങളെല്ലാം കൂടെ മൊത്തത്തിൽ എഴുതാൻ ചോദിക്കുമെന്നല്ല, നിങ്ങൾക്ക് മാച്ച് ദ ഫോളോയിങ്ങിനൊക്കെ ഡാഷ് ഇട്ടൊക്കെ എഴുതാനായിട്ട് ചോദിക്കും. സയൻറ്റിസ്റ്റുകളുടെ കാര്യം അറിഞ്ഞിരിക്കുകയല്ല. അപ്പം ആറ്റത്തിനകത്ത് പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോൺ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ കാണും, നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ ന്യൂക്ലിയസിന് വെളിയിൽ കാണും, ചാർജ് ഒന്നും ഇല്ലാത്ത ന്യൂട്രോൺ ന്യൂക്ലിയസിന് അകത്ത് കാണും. ഡൗട്ട് ഉണ്ടോ ഇത്രയും കാര്യം? ഒന്നുകൂടെ പറയണം, എന്തെങ്കിലും തലയടിക്ക വേണം എന്നുണ്ടെങ്കിൽ, ആർക്കെങ്കിലും പറയണം എന്നുണ്ടെങ്കിൽ തലയടിക്കേ, കുഴപ്പമൊന്നുമില്ലല്ലോ. അടുത്ത കാര്യം, അപ്പം ഒരു കോൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കോൺസെപ്റ്റ് കൂടെ നിങ്ങൾക്ക് അറിയണം. ആറ്റം എന്ന് പറയുന്നത് ന്യൂട്രൽ ആണ്. ആറ്റം എന്ന് പറയുന്നത് എന്താണ്? ന്യൂട്രൽ അല്ലെങ്കിൽ നിർവീര്യമാണ്. ആറ്റം എന്ന് പറയുന്നത് ന്യൂട്രൽ അല്ലെങ്കിൽ നിർവീര്യമാണ് എന്ന് പറഞ്ഞാൽ എന്തുവാടെ? പ്രത്യേകിച്ച് ചാർജ് ഒന്നും ഇല്ലാത്ത സാധനമാണ് ഇതെന്ന് പറയുന്നത് ആറ്റം എന്ന് പറയുന്നത്. ആറ്റത്തിനകത്ത് പ്രത്യേകിച്ച് ചാർജ് ഒന്നും ഇല്ല എന്നാണ് പൊതുവെ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ നടക്കും? ആറ്റത്തിനകത്ത് പോസിറ്റീവുള്ള പ്രോട്ടോണും ഉണ്ട്, നെഗറ്റീവുള്ള ഇലക്ട്രോണും ഉണ്ട്. പിന്നെ എങ്ങനെയാണ് അതിന് ചാർജ് ഇല്ല എന്ന് പറയുന്നത്? എങ്ങനെയായിരിക്കും ചിന്തിച്ചേ? ആറ്റത്തിനകത്ത് നെഗറ്റീവുള്ള ഇലക്ട്രോണും ഉണ്ട്, പോസിറ്റീവുള്ള പ്രോട്ടോണും ഉണ്ട്. പക്ഷെ വെളിയിൽ വന്ന് നമ്മൾ നോക്കുവാണെങ്കിൽ ആറ്റം എന്താണ്? ന്യൂട്രൽ അല്ലെങ്കിൽ ആറ്റത്തിന് ചാർജ് ഒന്നും ഇല്ലാതെ നിർവീര്യമാണ്. അതെന്തുകൊണ്ടായിരിക്കും? എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആറ്റത്തിനകത്ത് 10 പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോൺ ഉണ്ടെങ്കിൽ അത്രയും തന്നെ എന്തുകൊണ്ടായിരിക്കും? നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണും ഉണ്ടായിരിക്കും. ഒരു ആറ്റത്തിനകത്ത് എത്ര പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോൺ ഉണ്ടോ അത്രയും തന്നെ നെഗറ്റീവ് ചാർജുള്ള എന്തുകൊണ്ടായിരിക്കും? ഇലക്ട്രോണും ഉണ്ടായിരിക്കും. അപ്പം 5 പോസിറ്റീവും 5 നെഗറ്റീവും കൂടെ വന്ന് എന്ത് സംഭവിക്കും? ഇവിടെ അത് രണ്ടും ക്യാൻസൽ ആയി പോകും. എവിടെ അതാണ് സംഭവിക്കുന്നത്. ആറ്റത്തിനകത്ത് എത്ര പോസിറ്റീവ് ഉള്ള പ്രോട്ടോൺ ഉണ്ടോ അത്രയും നെഗറ്റീവ് ഉള്ള ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ ചേർന്നിട്ട് എന്തോ ആയി പോകും? ക്യാൻസൽ ആയി പോകും, അതായത് 0 ആയി പോകും. അതുകൊണ്ടാണ് ആറ്റം എന്താണെന്ന് പറയുന്നത്? ന്യൂട്രൽ ആണെന്നല്ലെങ്കിൽ നിർവീര്യമാണെന്ന് പറയുന്നത്. ഡൗട്ട് ഉണ്ടോ? ആറ്റം ന്യൂട്രൽ അല്ലെങ്കിൽ നിർവീര്യം ആണ്. ഇനി അപ്പം ആറ്റത്തിനെ കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചു. സയൻറ്റിസ്റ്റുകളെല്ലാം കൂടെ ചേർന്നിട്ട് ആറ്റത്തിൻ്റെ മോഡലുകൾ. അപ്പം ആറ്റം എന്താണെന്ന് പഠിച്ചു. ആറ്റത്തിനകത്ത് 3 കാര്യങ്ങളുണ്ട്: പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ. അപ്പോൾ സയൻറ്റിസ്റ്റുകൾക്ക് അടുത്ത ഡൗട്ട് വന്നു, ആറ്റം എങ്ങനെയൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്, ആറ്റം ഏത് ഷേപ്പിലായിരിക്കും. അങ്ങനെ അവർ എന്ത് കണ്ടുപിടിക്കാൻ തുടങ്ങി? ആറ്റത്തിൻ്റെ കുറേ മോഡലുകൾ കണ്ടുപിടിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ആദ്യമായിട്ട് കണ്ടുപിടിച്ച മോഡലാണ് റുദർഫോർഡിൻ്റെ പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം എന്ന് പറയുന്നത്. റുദർഫോർഡിൻ്റെ സൗരയുധ മാതൃക. സൗരയുധ മാതൃകയുടെ പ്രത്യേകത എന്തുവാടെ? പ്ലാനറ്ററി മോഡൽ എന്ന് പറയുന്നത്, സൗരയുധ മാതൃക എന്ന് പറയുന്നത് എന്തുവാ? സണ്ണിനെ അവരെന്താക്കി വെക്കും? സെൻറ്ററാക്കി വെക്കും. ഒരു കേന്ദ്രമാക്കി സൂര്യനെ വെച്ചിട്ട് അതിന് ചുറ്റും കിടന്ന് ആര് കറങ്ങിക്കൊണ്ടിരിക്കും? മറ്റുള്ള ഉപഗ്രഹങ്ങളും എല്ലാം സണ്ണിന് ചുറ്റും കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. അതാണ് ഏതെന്ന് പറയുന്നത്? സൗരയുധ മാതൃക അല്ലെങ്കിൽ പ്ലാനറ്ററി മോഡൽ എന്ന് പറയുന്നത്. അതേ കാര്യം തന്നെയാണ് എന്തിലും പറയുന്നത്? റുദർഫോർഡിൻ്റെ മോഡലിലും പറയുന്നത്. റുദർഫോർഡിൻ്റെ മോഡൽ അനുസരിച്ച് പറയുന്നത് എന്താണ്? ഒരു ആറ്റം ഉണ്ട്, ആറ്റത്തിൻ്റെ ഒരു സെൻറ്റർ ഉണ്ട്. ആ സെൻറ്ററിൽ എന്തൊക്കെ ഇരിപ്പുണ്ടെന്നാണ് ഇപ്പോൾ പഠിച്ചത്? പ്രോട്ടോണും ന്യൂട്രോണും. ഇലക്ട്രോൺസ് അനുസരിച്ച് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? കറങ്ങിക്കൊണ്ട് ഇരിക്കുകയാണ്. ഡൗട്ടുണ്ടോ അവിടെ? അപ്പം അതുകൊണ്ടാണ് ഇതിനെ എന്തുമായിട്ട് കമ്പയർ ചെയ്യുന്നത്? സൗരയുധ മാതൃക അല്ലെങ്കിൽ പ്ലാനറ്ററി മോഡലുമായിട്ട് കമ്പയർ ചെയ്യുന്നത്. അപ്പം റുദർഫോർഡിൻ്റെ പ്ലാനറ്ററി മോഡലിനകത്ത് പറയുന്നത് ആറ്റത്തിനൊരു സെൻറ്റർ ഉണ്ട്. ആ സെൻറ്ററിൽ പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണും ചാർജ് ഇല്ലാത്ത ന്യൂട്രോണും ഉണ്ട്. അതിന് ചുറ്റും നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസ് കടന്ന് കറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഡൗട്ടുണ്ടോ?